പിന്നെയും ഡെഡ് റെയിൽസ് ഗെയിമായി തന്നേക്കാണ്. ഇപ്രാവശ്യം ആദ്യം നമ്മളെ കൊല്ലാൻ പാടില്ല, അതാണ്. ഇത് നമ്മൾ സോളോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിത് ഇന്ന് ബീറ്റ് ചെയ്യുന്നില്ല, ഇതിനൊന്നും ജയിക്കുന്നില്ല. പക്ഷേ നമുക്ക് എത്രത്തോളം എത്താൻ പറ്റുന്ന അത്രത്തോളം എത്താം. അപ്പം എന്തായാലും കളി തുടങ്ങാത്ത. നമ്മൾ നല്ലോണം സൂക്ഷിക്കണം ഇപ്രാവശ്യം. ഓക്കെ, കളി എന്തായാലും തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വേഗം ന്യൂസ് പേപ്പറൊക്കെ വെൽഡ് ചെയ്തിട്ട് പണി തുടങ്ങാം. ലോഡ് ചെയ്യണോ? എടാ എന്റെ ട്രെയിനിന് ചിറക എന്നിട്ട് പറയണേ, ഞാൻ വീൽസ് ഉണ്ടായിരുന്നില്ല ഇപ്പൊ തന്നെ. അത് മറ്റേ ഇതേതാടി ഏടവണ്ണ നീ ഗെയിം പ്ലേ ഒക്കെ പോസ് ചെയ്തോണ്ടിരിക്കണേ. ഇടുക്ക് പണക്കാരനായാല $70 ഉണ്ട് കയ്യില്. എന്തായാലും നമുക്കിപ്പോ ഇത് വാങ്ങാം, കുറച്ച് ബാൻഡേജ് വാങ്ങാട്ടോ. കോൾ ഫ്യൂവൽ അത് വാങ്ങാം. ന്യൂസ് പേപ്പർ വിട്ടോ. അത് വേണ്ട, ബാൻഡേജ് വാങ്ങിച്ചിട്ട് ഇട്ടാ മതിട്ടാ. കാരണം ഒരു ദിവസം നമ്മള് ബാൻഡേജ് വാങ്ങിക്കാണ്ടൊന്നും പോയിട്ട് നമ്മൾ ചട്ടത്തോന്നാണ്. അതുകൊണ്ട് ഇനി ആ മണ്ടത്തരം ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ബാക്കിയുള്ള പൈസ നമുക്ക് ബാൻഡേജ് വാങ്ങി കളയാം. ഓക്കെ, അങ്ങനെ $70 അങ്ങനെ പോയി. അതിൽ 3 ന്യൂസ് പേപ്പർ ഫ്രീ ആയിട്ട് കിട്ടി. എന്തിനാന്ന് കുറച്ചേരം കഴിയുമ്പോൾ കാണും. ഈ ട്രെയിനിന്റെ ഡിസൈൻ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അതാണ് ഏറ്റവും നല്ല കാര്യം. ട്രെയിൻ ഡിസൈനും ഇതിന്റെ സെക്യൂരിറ്റി ഒക്കെ ഭയങ്കര നല്ലതാണ്. ഇങ്ങനെ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ചില സോംബീസിന് കയറാൻ പറ്റില്ല. പിന്നെ ഇത് അയ്യോ കത്തിക്കല്ലേ. സ്റ്റോറി ഇതിനകത്ത് അൺവെൽഡ് അതിപ്പോ കത്തിച്ചാണത്തെ ഞാൻ മണ്ടത്തരം. ഇത് ഇല്ലാണ്ടാകുമ്പോ നമുക്ക് സുഖമായിട്ട് ബാക്കിലേക്ക് ഇറങ്ങാം. പക്ഷെ ഇത് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യണത്. എന്തെങ്കിലും ബാക്കിൽ എന്നിട്ട് കാണിക്കണം. ഇതിങ്ങനെ ചെയ്തൂടെ. ഓക്കെ, ഇവിടെ വെൽഡ് ചെയ്തേക്കാം. ഇതിവിടെ വേറെ വെൽഡ് ചെയ്തേക്കാം. എന്തായാലും ഇവിടെ കുറച്ച് സമയം എടുക്കുന്നത് എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ ഇരുന്നോട്ടെ. അത് കാണാനും ഒക്കെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന. ഇത് ഒരെണ്ണം പുറത്തേക്ക് പോയി. കളിക്കല്ലേ വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ഓക്കെ, കുറെ ഫ്യൂവൽ അങ്ങോട്ട് കൂച്ചിട്ടുണ്ട്. ഫയർ ഡെസ്ക്
കൊറേ ഉണ്ടല്ലേ പട്ടികള്. അവന്മാരൊക്കെ ഇപ്പൊ ശരിയാക്കി തരാം. ഈ ഒരാൾക്ക് തോക്കും കഴിയില്ല. വിട്ടോ 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 ഈ ട്രിക്ക് ഡേഞ്ചറസ് ആണ്. കാരണം ഒരാളുടെ തോക്കുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഹെൽത്ത് കണ്ട. വിട്ടോ വിട്ടോ മണ്ടത്തരായിരുന്നു കേട്ടാ. ഒരാളുടെ തോക്കുണ്ടോ, ദേ ഇരിക്കണം അവൻ. വിട്ടോ വിട്ടോ വെടിയൊക്കെ അത് കുറച്ച് ലൈറ്റ് ഉണ്ടല്ലോ, കരണ്ടില്ല. എന്നാലും ഇവിടേക്ക് വേണം കേട്ടോ. കാരണം ഈ മരം നമ്മൾ ഇവിടെ ഇരുണ്ട അവിടുന്ന് കണ്ടേന്ന് അവന്മാർ ഇങ്ങോട്ടേക്ക് വരും. അതാണ് പ്രശ്നം. കൊറേ ആത്മാക്കളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. ചോര എന്താ സമയത്രേ 2 മണിയായിട്ടുണ്ട് കേട്ടാ രാത്രി. എന്തായാലും ഫ്യൂവലില്ല ട്രെയിനിൽ. ട്രെയിന് കിടക്കുന്ന സ്റ്റോളായിട്ടുണ്ട്. ട്രെയിൻ നല്ല അടിപൊളിയായിരുന്നു. സുഖമായിട്ട് പുറത്തേക്കൊക്കെ നോക്കി. ഇത് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ആണ് ബൈ ദ വേ. എന്താടാ വാഴ. ചിൽ. കൊറേ ഉണ്ടല്ലോ. വേണ്ട നീ അവിടെ അടങ്ങിയിരിക്കും. വേണ്ടടാ. എനിക്ക് ശക്തി ഉണ്ട്. ഇതേ 5 മണി ഇപ്പൊ. അയ്യോ വിട്ടോ. എനിക്ക് എന്തൊരു പേടി ഇന്നൊക്കെ. എന്താ മറ്റേ തോക്കുള്ള നിർത്തുന്നുണ്ടെങ്കിലേ അപ്പൊ പൊട്ടിക്ക് ഞാൻ. അയ്യോ എന്തേലും അങ്ങനെ ചെയ്യാൻ എന്തേലും തോക്കില്ലല്ലോ അല്ലേ. അതെന്തെങ്കിലും ആവട്ടെ, മൈൻഡ് ചെയ്യണ്ട. 25423 25423. അയ്യോ എന്താ അകത്തുണ്ട് അല്ലേ. എന്താ പേടിപ്പിക്കല്ലേ വാഴ. എന്താ കാശൊക്കെ എൻ്റെ അകത്ത്. ഇത്രേ ഉള്ളൂ. ഇതൊക്കെയാണല്ലോ ബാങ്ക്. ഈ ടൗണിലുള്ള ഇത്രയ്ക്കും സോംബീസിനെ കൊന്നിട്ട് അവർക്കെല്ലാവർക്കും ഇത്രയ്ക്ക് കാശുള്ളൂ. കഴിഞ്ഞ വർഷം ഓർമ്മയുണ്ടോന്ന് അറിയില്ല, നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് ഒരു വെയർവുൾഫ് പുറകിന്ന് വന്നിട്ട് നമ്മൾ ചത്തത്. എന്തായാലും നമ്മുടെ അത്രയ്ക്ക് ഗോൾഡ് ഒന്നും ഇല്ല. അതുകൊണ്ട് ചർച്ചിൽ പോയിട്ട് കുറച്ച് മറ്റേ കുരിശൊക്കെ മോഷ്ടിക്കാം. വിറ്റേന് നല്ല കാശ് കിട്ടും. ഹോളി വാട്ടർ ഉണ്ടാ. 2 ഉണ്ട്. അതെന്തായാലും നന്നായി. ഒരെണ്ണത്തിന് വിൽക്കാൻ വേണമെങ്കിൽ. ഈ വാഴ എന്നെ പേടിപ്പിക്കാണ്ട് തന്നെ വേണ്ടിട്ടാ. ഇവിടെ എന്തായാലും ഒരു ഫർണിച്ചറിന്റെ കടയിൽ എന്തായാലും കോളുണ്ടാവും. എടുക്ക്. വിട്ടോ. ടൈമില്ല. എന്തായാലും ട്രെയിനിൽ ഇത്രയ്ക്കും സോംബീസിനെ കൊന്നിട്ടല്ലേ.
ബുക്ക് കേട്ടോ, ആരെങ്കിലും നമ്മളെത്തി. എന്താ ഡെപ്പോസിറ്റാ? ഓക്കെ, മനസ്സിലായി. ഡെപ്പോസിറ്റ് എന്നിട്ടാണ് മനസ്സിലായിട്ടാ. അതൊരു പുതിയ അപ്ഡേറ്റ് ആണ്. അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് എന്തായാലും ഇപ്പൊ സെല്ല് ചെയ്യാട്ടാ. വേണ്ട, എനിക്കൊന്നും ഡെപ്പോസിറ്റ് ചെയ്യേണ്ട തൽക്കാലത്തേക്ക്. ഔട്ടില്ല. എന്തായാലും ഈ ഹോഴ്സിനൊക്കെ കുറച്ച് ഞാൻ ഈ ഹോഴ്സ് എടുത്തോളാം. കാരണം ഈ ഹോഴ്സിന് മറ്റേതിനേക്കാളും ഹെൽത്ത് ഉണ്ട്. വാങ്ങോട്ട്. എന്തായാലും എനിക്കിപ്പോ കുറച്ച് നല്ല സ്പീഡിൽ സ്പ്രിന്റ് ചെയ്യാൻ പറ്റുന്നത് കുഴപ്പമില്ല. വാ. സോറി, നിന്നെ വിറ്റാണ് ഇപ്പൊ തന്നെ. നീ അവിടെ അയ്യോ, പേടിപ്പിക്കല്ലേ മനുഷ്യനെ. വാ, നീ ഇങ്ങോട്ട് വാ. ഇവിടെയും കുറെ പൈസ കിട്ടാണ്ടല്ലോ. എടാ, ഡെപ്പോസിറ്റ് ചെയ്യാന്നല്ല എനിക്ക്. ഈ ഹോഴ്സിനെ കൊണ്ട് തോറ്റല്ല. ഇതിന് ഉരുണ്ട് പോയി. ഹലോ, ഇത് തട്ടി കളിക്കാൻ ബോളൊന്നും അല്ലത്ത, ഗോൾഡാണ്, ഗോൾഡ്. എന്തെങ്കിലും ആട്ടോ, ഹോഴ്സ് റൈഡ് ചെയ്തിട്ട് തോക്കിന്റെ ഷോപ്പിലേക്ക് വിട്ടോ. തന്നെയാണ്. എന്തായാലും മറ്റേനെ കൂടെ എടുക്കാത്ത, രണ്ടാമതിനെ കൂടെ എടുക്കാം. എന്തായാലും അത്രയ്ക്കും നമ്മുടെ ഇത്രയ്ക്കും പൈസ ഉണ്ടല്ലോ, വാങ്ങിയേക്കാം. ബിക്കോസ് വൈ നോട്ട് അല്ലേ, എന്ത് വേണമെങ്കിലും വാങ്ങാലോ നമുക്ക്. ഈ ഗെയിം നമ്മളെ ഗെയിം സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രക്ക് ഒരു കളി കളിക്കുമ്പോൾ നമ്മൾ നിർത്തേണ്ടി വന്നാൽ നമുക്കത് അത് സേവ് ചെയ്തിട്ട് പൊക്കൂടായിട്ട് പിന്നെ വരുമ്പോൾ അത് കളിക്കാൻ തുടങ്ങിക്കൂടെ. അങ്ങനെയൊന്നും ആലോചിച്ചത് ഇവർക്കൊക്കെ. എന്തായാലും അയ്യോ, എന്തിനാ അങ്ങോട്ട് പോണ ഹോഴ്സ്? എന്താ നോക്കണ്ടിട്ടുള്ളേ? കൊള്ളാലോ. ഇതുണ്ട് എടുക്കത്. എടുത്തോ. ഡ്രാഗ് ചെയ്തോ. ചില സമയത്ത് സാക്കിൽ ചെയ്ത് മറ്റേ ബ്രേക്ക് ആവും, അതുകൊണ്ട് ഡ്രാഗ് ചെയ്തോ. ഓക്കെ, ഡോക്ടറിന്റെ ഇതിലേക്ക് ഡോക്ടർ ഓഫീസിൽ പോവാം. ഇത് വാങ്ങിക്കാം, ബേബി ഓയിൽ. അതല്ല, ഞാൻ കുറച്ച് ബേബി ഓയിൽ എൻ്റെ ഇൻവെന്ററിയിലേക്ക് കയറ്റി വെക്കാം. അത് എന്തായാലും ഇതുണ്ടല്ലോ, അത് കയറ്റാം. ഓക്കെ, എന്തായാലും ഇൻവെന്ററിയൊക്കെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്കിനി പോവാം. മറ്റിവിടെ അയ്യോ, എന്ത് പോവാണോ? അയ്യോ, ഞാൻ ഒരു മണ്ടത്തരം. എന്തൊരു മണ്ടന. കുറെ സോംബീസ് ഉണ്ട്. എന്തായാലും അത് നന്നായിട്ടാ. ആരും ഈ സൈഡിൽ കൂടെ കയറാൻ പാടില്ല, അതുകൊണ്ട് അതൊന്നും ആക്സിസ് ചേഞ്ച് ചെയ്യാനായിട്ട് ഇത്രയ്ക്ക് പാടാണ്. അതൊന്നും മര്യാദക്ക് തിരിയുന്നു. എന്തെങ്കിലും ആവട്ടെ. ആരും ഈ വഴി കയറാൻ പാടില്ല, കവർ ചെയ്യും. അയ്യോ, ഇത് നൈറ്റ്. വേറെ റൂഫ് നൈറ്റ് എത്താം. ഇവിടെ സ്ഥലം വീടൊന്നും വന്നാലും
കാരണം ഇത് രാത്രിയായതുകൊണ്ട് നമുക്ക് സുഖമായിട്ട്, ഞാനൊരു വെയർവൂൾഫ് തന്നെയല്ല, എന്നെ ആക്രമിക്കില്ലല്ലോ, കാരണം ഞാനൊരു വെയർവൂൾഫ് തന്നെയല്ലേ. വീട്ടിലേക്കുള്ള സോംബീസിനെ കയറാണ്ടിരിക്കാനായിട്ട് നമുക്കിത് കയറ്റി വെക്കാം. പിന്നെ ഇത് അറിയില്ലാത്ത എന്തൊക്കെ ചെയ്യേണ്ടത് വെച്ചിട്ട് അതിൻ്റെ സ്റ്റോറിയാണ്. വിട്ടോ കേറ്, വണ്ടിക്കകത്ത് കേറ്. ഭയങ്കര പ്രശ്നമാണ് ഇവിടെ. കാരണം ഈ ഇവന്മാർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലേ. ഇവന്മാരൊക്കെ ആര് ജോലിയാണ്, ഒന്നും ചെയ്യാനില്ല. തപ്പിന്തിരി പതുക്കെ അവന്മാർ ഷൂട്ട് ചെയ്യാനുണ്ട്. തറത്തൊക്കെ ഉണ്ട് മുകളിൽ, അവന്മാരൊന്നും ചെയ്യാനില്ല. അവിടെ ഈ സ്ഥലം സേഫ് ആണെന്നാണ് എല്ലാവരും വിചാരിച്ചത്. ഇതുപോലെ ഇപ്പൊ സേഫ് അല്ല. വിട്ടോ. ട്രെയിനിന്റെ ഹോൺ നോക്കട്ടെ. ഹോണടി അടിച്ചു വിട്ടോ. സ്ഥലം വിടാത്ത സേഫ് അല്ല. അതൊരു വലിയ സിറ്റി ആണല്ലോ. എന്തായാലും നമ്മളെ കുറച്ച് സ്കിൽസ് ഉപയോഗിക്കാം. ഇപ്പൊ നോക്കിക്കണ്ട് തോക്കോന്നുള്ള സ്കിൽസ് നോക്കിക്കോ. എന്താടാ അയ്യേ സ്കില്ലൊന്നുമില്ലാത്ത. കുറച്ച് ഒരു ഹോർസ് എടുത്തോ, പുറത്തെടുത്തോ. ഹോർസിന് എടുക്ക്. അയ്യോ എന്റെ ഹോർസ് പാവം. അയ്യോ കൊല്ലല്ലേ. എന്റെ ഹോർസിനെ കൊല്ലാൻ വന്ന ധൈര്യം എനിക്കൊക്കെ. സ്പാം ഷൂട്ട് ചെയ്യണ്ടാ നല്ലത് കേട്ടാ. കേറാൻ സമയത്ത് എനിക്കെന്തായാലും ഈമാർക്ക് ഓ താങ്ക് യു പ്രസിഡന്റ്. കണ്ട ഓവർ പവേർഡ്. നമ്മുടെ ഇത് ഓവർ പവേർഡ്. എന്തൊക്കെ ആൾക്കാരെയൊക്കെ കൊന്നു കളയണം നമുക്ക്. നമ്മുടെ ഇത് ഓവർ പവേർഡ് ഇട്ടാ. അയ്യോ ചത്തു. 2 ഹോർസും ചത്തു. എന്താണ് വരുന്നത് വെറുതൊക്കെ. ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യട്ടാ. ഇത് ചത്തേനല്ല, അതെല്ലാരും എന്നെ ടാർഗറ്റ് ചെയ്യുക. ഇയാള് ഇരിക്കാൻ ഭയങ്കര സ്ലോ ആട്ടാ. സ്പാം ചെയ്യില്ലേ. അതുകൊണ്ട് നമുക്ക് തന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്യാം. കൊന്ന 2 ആർമേർഡുണ്ട് കേട്ടോ. ചത്തു കേട്ടോ. ബാങ്കറിനെ കൊന്ന ഞാനൊക്കെ. അയ്യോ ഞാൻ കേട്ടൂട്ടാ. മറ്റേ ബോംബുള്ളത്. അയ്യോ എന്റെ ടീംമേറ്റ് ചത്തതാ. ഷേ
വാഴ എടാ ഈ ബാങ്കർ അവിടെ ഇവനുണ്ട് ഉണ്ടാവും. അതെ പക്ഷേ എൻ്റെ ടീംമേറ്റ് എന്തായാലും ആവട്ടെ, കുറച്ചും കൂടി ആൾക്കാരുണ്ട് ഇവിടെ. അതിനെ ഞാൻ തന്നെ ഡീൽ ചെയ്തോളാം കേട്ടാ. ഞാൻ തന്നെ ഡീൽ ചെയ്തോളാം. ഞാൻ എന്താ നൂബാണ് നിങ്ങളൊക്കെ വിചാരിച്ച. അയ്യോ നൂബൊന്നല്ല, ഞാൻ നൂബ. അയ്യോ എൻ്റെ ഉണ്ടില്ല. അയ്യോ എന്തിട്ടാ. ഓ അത് 2 സൂപ്പർ. ഓ സൂപ്പർ, അതെന്തായാലും സൂപ്പറായി. നമുക്കിപ്പോ 2 ബോഡി പ്രസിഡന്റ് ബോഡീനെ കിട്ടിയതാ. അത് കൊല്ല്. വാ അയ്യോ എന്നെ കൊല്ലണ്ട. എന്നെ കൊല്ലാൻ നോക്കണം നീയൊക്കെ. എന്റെ കോടൊക്കെ അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്തോ. നീ എടാ വാ ഇങ്ങോട്ട്. നീ ഹെൽപ്പ് ചെയ്യാൻ വരണ്ടെന്നോ? ഞാനിവിടെ കൊറേ വൃത്തന്മാരെ കൊല്ലാൻ നോക്ക്. നിറച്ച് അവനെ ഷൂട്ട് ചെയ്യേണ്ടതാണ് നല്ലത്. ഇവന് പിന്നെ ആർമർ ഉള്ളതുകൊണ്ട് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഉണ്ട കളയണ്ട. നിന്നെയൊക്കെ ഷൂട്ട് ചെയ്യാൻ സുഖമായിട്ട്. അവിടെ ഈ ടൗൺ നിറച്ചുണ്ട് കേട്ടാ. ഉണ്ടാവുമല്ലോ, സോംബി ടൗൺ അല്ലേ. വായങ്ങോട്ട് നീ ഇവന്മാരുടെ അടുത്തൊക്കെ നീ ഡീൽ ചെയ്തോട്ടാ. ട്രസ്റ്റ് ചെയ്തതാ. അയ്യോ ഇവന്മാരിപ്പോ എൻ്റെ പകരനെ ഹെൽപ്പ് ചെയ്യാം. വേടാ നൈറ്റ് വിട്ടോ. ഞാൻ ഇവനുള്ളപ്പോ എന്തായാലും പ്രൊട്ടക്ട് ചെയ്തത്. ട്രെയിനിലേക്ക് ഇത് വെറുതെ ലൈറ്റിനിങ് കൊണ്ടുള്ളൂ. ലൈറ്റിനിങ് ഉള്ളൂ. ചത്തത്തില്ല. ഡീൽ ചെയ്തോളൂ. ഞാൻ ബാങ്കിൽ പോ. അവിടേക്ക് നിറച്ചിട്ടാ വേറെ കുറെ സോംബീസ് ഉണ്ടാവും. 4 5 5 4 2. ഓക്കെ 4 5 5 4 2 തുറക്ക്. അത് ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പൊ എന്തായാലും ഞാൻ എന്താക്കുന്നുള്ള ബോൺസും ഒക്കെ എടുത്തോളാം. ആരും ഇല്ലല്ലോ അല്ലേ. അതാണ് അടുത്ത ഇതിൽ നമ്മള് റിച്ചാവും. നിറച്ചുണ്ട് ഗോൾഡ്. അല്ലാന്ന് 2 പ്രസിഡന്റിന്റെ ബോഡി. എന്റെ പൊന്നെ റിച്ചാവും ട്ടാ. ഓക്കെ മറ്റവനാടെ പ്രസിഡന്റ് എവിടെ അവിടെ ഉണ്ടാ. ചത്ത ഇല്ല ചത്തട്ടില്ലാത്ത ആള് നീങ്ങ്. ഇവിടെ ഉണ്ടാവുണ്ടോ? ദേ കിടക്കുന്നു ആളുടെ. ഞാൻ പോയിട്ടേ വെൽഡ് ചെയ്ത് തരാം കുറച്ച് കാര്യങ്ങൾ. കാരണം എൻ്റെ സാക്ക് ഓൾമോസ്റ്റ് ഫുള്ളാ. കാരണം നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരെണ്ണമുണ്ട് ഇവിടെ. അതാണ് സീൻ. ഈ ഇവിടേക്ക് എന്തിനാ പറഞ്ഞ. ഞാൻ അപ്പത്തെ സൈഡിൽ വെൽഡ് ചെയ്തോളാം. പുറത്തല്ല, നമ്മളെ ഇവിടെ സോൾസിനെ കളക്ട് ചെയ്യുന്ന സ്ഥലത്ത് അതെ നമ്മള് 3ാമത്തെ ഇതിനെ പ്രസിഡന്റിനെ സ്പോൺ ചെയ്യാൻ പോവാ. ഇപ്പൊ ഇത് ഈ ട്രെയിൻ ഓവർ പവേർഡ് ആട്ടാ. ഇതാരെങ്കിലും വാങ്ങിച്ചില്ലെങ്കിൽ എന്തായാലും വാങ്ങിക്ക. കാരണം ഇത് നല്ല ട്രെയിൻ ആട്ടാ. നല്ല ഡീസന്റ് എന്ന് പറയാൻ പറ്റില്ല, ഓവർ പവർ എന്ന് പറയാം. പിന്നെ ദയവിത് ആരും ഗോൾഡ് റഷ് വാങ്ങിക്കരുത്. കാരണം ടേക്ക് ഡാമേജ്. ഓക്കെ
പിന്നെ ആ ബാങ്ക് ഞാൻ നിർത്തില്ല, അതിന്റെ അകത്ത് എന്റെ ഫ്രണ്ട് ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഈ സോംബീസിനൊക്കെ ഇവിടേക്ക് കൊണ്ടുവന്നാൽ എന്താണല്ല ഓവർ പവേർഡൊക്കെ ആണ്. കയ്യില് ആക്സ് ആണ്, ആക്സ് 35512. ഓക്കെ, 35512. തുറക്ക്. അല്ല, എനിക്ക് തോന്നിയുണ്ട് അത് തുറച്ചുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ടോക്കൊക്കെ ആയിട്ട് റെഡി ആയിട്ട് വന്നത്. ബോൺസ് എടുക്കാതിരുന്നു, കുറെ ബോൺസിന്റെ ബോണ്ട് ഫാർമിംഗ് ഡേ ആണ്. ഒരു ബോണ്ട് ഉണ്ടായിരുന്നു തോന്നുന്നത്, അല്ലാതെ ഒരു ഗോൾഡ് ബാറാണ്. ഓക്കെ, ഇങ്ങനെ സൈഡിൽ കൂടെ മാറ് സൈഡിൽ കൂടെ പോയിട്ട് വേറെ ബാങ്ക് ഉണ്ടോ നോക്കാം. കാരണം ഇവിടെ വേറെ കുറെ സോംബീസ് ഉണ്ടാവും. കുറെ ഉണ്ടാവില്ലേ, കാണാനില്ലട്ടാ. അയ്യോ, ഇവന്റെ എയിം കണ്ട ഒരു വർഷം അങ്ങാണ്ട് കൊണ്ടുള്ളൂ. അവൻ ഉണ്ടാ നിന്നെയൊക്കെ ചെറുഫായിട്ട് ആരാണോ ഹയർ ചെയ്തേ? മര്യാദക്ക് വെടി വെക്കാൻ പോലും അറിയില്ലട്ടാ. എന്നാലും ഇപ്പൊ നമ്മുടെ പ്രസിഡന്റിനെ കൊന്നിട്ട് നമുക്ക് അതിന്റെ ബോഡി കൊണ്ടുപോയിട്ട് വിൽക്കാം. നമ്മളെന്തായാലും റിച്ച് ആവും. അയ്യോ, അത് ഇവിടെ എന്താണ് പ്രസിഡന്റ് അവിടെ? എന്തിനാ ഇങ്ങോട്ട് പറഞ്ഞ? ഹലോ, ഫോളോ ചെയ്യോ നീ? ഫോളോ ചെയ്യണ്ടല്ലേ. വാ താങ്ക്സ്. വാ ട്രൈ. ഗായ്സ്, രണ്ടാൾക്കാരും പുത്തൻ പുതിയത്. ഇത്രയ്ക്കും കേറ് ട്രെയിനിൽ കേറ്. വരുമോ ട്രെയിനിന്റെ കൂടെ? വരില്ലടാ, സോറി. കൊല്ലണം, റൈഫിൾ വെച്ച് കൊല്ലാൻ പറ്റുമോ? മറ്റവനെ കൊന്നുണ്ട്. ഫ്യൂവലായിട്ട് ആരും ഉപയോഗിക്കുന്നൊക്കെ. പിന്നെ ഹെൽത്ത് ബാറില്ലാത്ത എന്തായാലും ഇതൊരു ഓക്കെ. രണ്ടെണ്ണത്തിന് 3 കിട്ടണം പറയില്ല ഇപ്പൊ. എന്നാലും സോറി, രണ്ടാളെയും കൊന്നതിന് സോറി. എനിക്ക് ശരിക്കും കൊല്ലണ്ടി വന്നു. അതെ ഗൈസ്, കൊല്ലണ്ടി വന്നു. എനിക്കറിയാം, ഞാനൊരു ക്രൂരനായിട്ടായിരിക്കും ഇപ്പൊ അഭിനയിച്ചോണ്ടിരിക്കണം. എന്നാലും കൊല്ലണ്ടി വന്നു. അത്രയ്ക്ക് പൈസേനെ ഒരെണ്ണത്തിന്റെ ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $100. അത്രയ്ക്ക് പൈസ ഈ ഗെയിമിൽ കിട്ടാൻ ഭയങ്കര അതിൽ 3 ടോട്ടൽ 300 ഫ്യൂവല് കഴിയില്ല. അത് ഞാൻ അഗ്രി ചെയ്യാണ്. ആരെങ്കിലും ഇത്രയും വാങ്ങിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും വാങ്ങിക്കുക. ഇതെന്തായാലും നല്ല ഡീസന്റും നല്ലതാ. ഓവർ പവേർഡ്. അതായത് നമുക്ക് 3 ഇതുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 3 ബോഡീനെ നമുക്ക് എടുക്കാം. ഇതിനെ ഡ്രാഗ് ചെയ്തോ. വാ അങ്ങോട്ട് വാ.
ഓ എനിക്ക് ഗോൾഡിന്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ റിച്ച് ആയിട്ടാ. $500 ട്രെയിനാണ് കണ്ട, സൂപ്പർ ഓവർ പവർ ട്രെയിൻ. എന്തായാലും ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഗോൾഡ് റഷ് വാങ്ങിക്കരുത്. എനിക്കില്ല. എൻ്റെ ഉള്ള ട്രെയിൻ എന്ന് പറയുകയാണെങ്കിൽ വുഡൻ ട്രെയിൻ, ആർമേഡ് ട്രെയിൻ, കാറ്റിൽ കാർ, ഗോസ്റ്റ് ട്രെയിൻ, അത്രേ ഉള്ളൂ. പിന്നെ ഈ പ്രസിഡൻഷ്യൽ ട്രെയിൻ അത്രേ ഉള്ളൂ. എനിക്ക് തന്നെ ഗോൾഡ് റഷ് ഇല്ല. പിന്നെ പാസഞ്ചർ ട്രെയിൻ യാത്രക്ക് റെക്കമെൻഡ് ചെയ്യുന്നതല്ല. കാരണം മനസ്സിലാവും കുറച്ച്. ഇപ്പൊ പറയാം എന്തിട്ടാ കാരണം ഇപ്പൊ പറയാം. ഓക്കെ, ഇപ്പൊ പറഞ്ഞേക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡ്രാക്കുള ട്രെയിനില്ലേ, ഡ്രാക്കുളാസ് ട്രെയിൻ, അതിന് പാസഞ്ചർ ട്രെയിനിന്റെ പോലെ തന്നെ അങ്ങനെ സീറ്റും ഒക്കെ ഉണ്ട്. പിന്നെ പക്ഷെ അതിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ എനിമീസിനെ കൊണ്ടാൽ അത് നമ്മളെ ഹീൽ ചെയ്യും. അതാണ് അതിന്റെ പ്രത്യേകത. പക്ഷെ പാസഞ്ചർ ട്രെയിനിൽ അയ്യോ ഓടിക്കോ നീ ഇതൊക്കെ ഇവന്മാരൊക്കെ എന്തിനാ ഇവിടെ നിക്കണേ? അത് ഇവരൊക്കെ എന്തിനാ ഇവിടെ നിക്കണേ? ഓടിക്കോ ഹെൽപ്പ് ചെയ്യാട്ടാ. നമുക്ക് കൊന്നോ രണ്ടെണ്ണത്തിനെ കൊന്നുണ്ട്. കണ്ട, ഞാൻ പറഞ്ഞില്ലേ എന്താ തോക്കുകൊണ്ടുള്ള സ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് തന്നെയൊക്കെ സ്കില്ലില്ല തോക്ക് ഉപയോഗിക്കാനായിട്ട്. കുറച്ച് കൂടുതൽ ആമ വാങ്ങാട്ടാ. ഭയങ്കര ഒച്ചപ്പാടും ബഹളവും, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതിനെ മ്യൂട്ട് ചെയ്യാൻ പറ്റും? പറ്റും എനിക്ക് പറ്റും മ്യൂട്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ മ്യൂട്ട് ചെയ്തേക്കാം. നിങ്ങൾക്കത് രസമുണ്ടാവില്ല. കഴിഞ്ഞു മ്യൂട്ട് ചെയ്തിട്ടാ. അത് ഇവർക്കൊന്നും ഒരു ഇതില്ലാത്ത. കണ്ട ഇവന്മാരൊക്കെ മരിച്ചു. കണ്ട, ഇവന്മാരൊക്കെ ഇന്നെ ഹയർ ചെയ്ത ആരാണാവോ? ഹയർ ചെയ്തവന്നാണ് നല്ല പെടപെടക്കേണ്ടത്. ഒരു സ്കില്ലുമില്ല. ഇവന്മാരെക്കാളും പ്രൊട്ടക്ടിങ് ഞാൻ ചെയ്യും. എന്തായാലും നമുക്കിത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് വിറ്റാലോ. നമുക്ക് കുറച്ച് കോളും വാങ്ങാം, ഫ്യൂവലും വാങ്ങിച്ചിട്ട് വിടാം. എന്തായാലും എന്റെ ട്രെയിനിന് നല്ല അടിപൊളി ലുക്ക് ഉണ്ട്. ഇതാണ് ട്രെയിന്, സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാലും അത്രക്ക് ആർമറുണ്ട്, അത്രക്ക് എനിക്കതേപോലെ ആർമറിന്റെ ഫാൻ അല്ലാട്ടാ. ആർമർ അത്രക്ക് പ്രൊട്ടക്ട് ചെയ്യില്ല നമ്മളെ. പക്ഷെ നമ്മളെ സ്ലോ ആക്കും. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ. എനിക്ക് ഇപ്പോഴും കുറെ എന്തിട്ടാ സെല്ല് ചെയ്യാനായിട്ട്. ഞാൻ റിച്ചാണ്. ഒരു മിനിറ്റ് ഇതാ. അതെന്തെങ്കിലും ആവട്ടെ. ഇത് കണ്ട, ഇതിനെ വെൽഡിലൊക്കെ ഞാൻ വെൽഡിൽ എന്തായാലും ഇപ്പൊ എന്തായാലും കുറെ കാശുണ്ട്. ഈ അടുത്ത ടൗണിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം വേണമെങ്കിൽ മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ ടൗണിൽ വല്ല ക്ലീൻ ബാങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ 2-3 ബാങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും പോയി എന്തായാലും സ്കിപ്പ് ചെയ്യില്ല. കാരണം എനിക്ക് ബോൺസിന്റെ ആവശ്യമുണ്ട്. ട്രൈങ് ടു ബോണ്ട് ഫാർം ചെയ്യാൻ. എന്തായാലും നമുക്ക് ഇതിനെയൊക്കെ എടുക്കാം. കുറച്ച് സോംബീസിനെ എടുക്കാമല്ലോ. എല്ലാത്തിനും കയറ്റി. കുറെ ഉണ്ടല്ലോ, അത്യാവശ്യം ഫ്യൂവൽ ഉണ്ട് കേട്ടോ. ടൗൺ സ്കിപ്പ് ചെയ്തിട്ട് നേരെ അടുത്ത സേഫ് സോണിലേക്ക് എത്താനുള്ള ഫ്യൂവൽ ഉണ്ട് എന്തായാലും.
അഥവാ ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കും. അതാണ് ട്രെയിനിന്റെ ബാക്കിൽ ബാൽക്കണി